എല്ലാവരും സുഖരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് തന്നെയല്ല കേട്ടോ, നമുക്ക് മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പഴമൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഴുപ്പ് കുറഞ്ഞ പഴമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് പുഴുങ്ങിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ പഴത്തിൽ തന്നെ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ കുറച്ച് നേരം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തോളൂ. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. കാരണം നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ ലൂസായിട്ട് പോകരുത്. ഈ ഒരു തിക്കായിട്ടുള്ള മാവിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിലക്കടല, അതായത് നമ്മുടെ കപ്പലുണ്ടാക്കിയില്ലേ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഞാനപ്പോൾ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ശർക്കരയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുത്തത് ഇങ്ങനെ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല, എന്തെങ്കിലും മണ്ണോ തരിക്കുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശർക്കരപ്പാനിയാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഒന്നും അരേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു ചെറിയ തരിയോട് കൂടി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ തരിയോട് കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മിക്സില്ലേ, ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1/4 കപ്പ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി എല്ലാം നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് അങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പാനിൽ തന്നെ വെക്കരുത്. നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പാനിൻ്റെ ചൂടുകൊണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഹാർഡാവാൻ തുടങ്ങും. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് നമുക്കിതെല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പാനിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ മാവില്ലേ, ഇതെടുത്തിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് നേരം വെച്ചപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിന് മുൻപായിട്ട് കുറച്ച് നെയ്യ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
ഇപ്പോൾ ഞാൻ ഈ ഒരു കനത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കി കട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്നും എടുക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള വലുപ്പത്തിലുള്ള ഗ്ലാസ്സോ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടായാലും ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, അതുപോലെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഉരുട്ടി ബോൾ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അട പോലെ ഇങ്ങനെ മടക്കി എടുക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇതൊരെണ്ണം നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, ഇത് 1-2 ടീസ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ മോൾഡായതിൻ്റെ പേരിൽ ഇതിൽ ഒരുപാടൊന്നും നമുക്ക് ഫില്ലിങ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വലുപ്പത്തിനുള്ള ഒരു ഫില്ലിങ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു സ്നാക്കായിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതേ ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അതിന് മുൻപായിട്ട് ഇതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പഴമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആവി വരുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.